ആരംഭിക്കലാങ്ങളാ. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം വാ കാണിച്ചു തരാം. ഇവിടെ ആക്ച്വലി എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്താ ഇത്? ഇവിടെ ആക്ച്വലി നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കേറാൻ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. അതായത് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് നമ്മൾ കാണണമെങ്കിൽ തന്നെ നമുക്ക് പൈസ കൊടുക്കണം. ഇവളുടെ അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാമേ. പൈസ കൊടുക്കണം കണ്ടോ. അപ്പൊ അവിടെ തന്നെ ആൾക്കാർ ഇരിക്കും. ഞാൻ അവന്റെ അടുത്ത് പറയട്ടെ വണ്ടി എടുക്കാം. അവരോട് പറയണ്ട, ഞാൻ കയറിയിട്ട് പറഞ്ഞാ മതി. എനിക്ക് സൈഡ് സീറ്റ് വേണേ. ഇത് വണ്ടി എടുത്തോ. വിട്ടോ വിട്ടോ. അയ്യോ ഞാൻ കയറിയില്ല. നീ ആട്ടോ വിളിച്ചു വന്നാ മതി. അതിന്റെ ഉള്ളിൽ തന്നെ റൂം അങ്ങനെയൊക്കെ ഉണ്ടാവും. കൺട്രോൾ പൊട്ടി നിൽക്കാ. എങ്ങനെയും വളച്ച് വിട്ടില്ലെങ്കിൽ വല്ല കൊക്കേ പോയി ചാടൂട്ടോ. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. അയ്യോ അവര് തുണിയൊക്കെ മൊത്തം ഊരിയിട്ട് എക്സ്പോസ് ചെയ്യുന്ന കേട്ടോ. നമ്മള് പുള്ളു കണ്ട ഒരു മിന്നായം പോലെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അവര് കണ്ടോ മൊത്തം ഇങ്ങനെ തുണി ഊരിയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ തുണി മാറുന്നിടത്ത് കൊച്ചെന്നെ ഒന്ന് നോക്കിയത്. നോക്കട്ടെ. അപ്പൊ നീ തുണിയിലാകുന്നതാ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ? എല്ലാ സ്കൂളിലും ഒരു ടീച്ചറും എല്ലാ ഏരിയയിലും ഇതുപോലൊരു ചേച്ചി ഉണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണ്. മരുടെ ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ചാ മതിയായിരുന്നു. വിളങ്ങി കണ്ടിട്ട് ഞെട്ടി. ഞാൻ കണ്ടിട്ട് ഞെട്ടി. ഞാൻ